ഇന്നത്തെ വീഡിയോയിൽ നോക്കുന്നത് നമ്മൾ ഷോപ്പിഫൈയിൽ ഒരു പ്രോഡക്റ്റ് ആഡ് ചെയ്യുമ്പോൾ പലരും വിട്ടുപോകുന്ന ഒന്ന് രണ്ട് കാര്യങ്ങൾ. അതായത് നമുക്ക് എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒന്ന് കാര്യങ്ങൾ, ഒന്ന് പേര്, ഒരു ഡിസ്ക്രിപ്ഷൻ, പ്രൈസ്, ഇത്ര മാത്രം മതിയാകുമോ ഷോപ്പിഫൈയിൽ ഒരു പ്രോഡക്റ്റ് ആഡ് ചെയ്യാൻ? അപ്പോൾ അങ്ങനെ അത്ര മാത്രം പോരാ. നമുക്ക് നല്ലൊരു പ്രോഡക്റ്റ് പേജ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ കുറച്ചധികം കാര്യങ്ങൾ ശ്രദ്ധിക്കണം. അപ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണ് യൂഷ്വലി വിട്ടുപോകുന്നത്, സോ അത്തരം ഒരു കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ പറയുന്നത്. നമുക്ക് പ്രോഡക്റ്റ് പേജിലോട്ട് പോകാം. ഞാൻ ആദ്യം പ്രോഡക്റ്റ് എടുത്തു, ആഡ് പ്രോഡക്റ്റിൻ്റെ പേജിലോട്ട് വന്നു. അപ്പോൾ ഇവിടെ കാണിക്കുന്ന കുറച്ച് ഓപ്ഷൻസ് നമുക്ക് 1 by 1 ഫില്ല് ചെയ്ത് നോക്കാം. എന്തൊക്കെയാണ് അതിൽ ചെയ്യേണ്ടത്, അല്ലെങ്കിൽ എന്തൊക്കെയാണ് നമ്മൾ യൂഷ്വലി വരുത്തുന്ന മിസ്റ്റേക്സുകൾ എന്ന്. ഞാൻ അതിനായിട്ട് പ്രോഡക്റ്റിൻ്റെ പേരെടുക്കുവാണ്. ഞാനൊരു ടീഷർട്ടാണ് ആഡ് ചെയ്യാൻ പോകുന്നത്, പ്യൂമയുടെ. അപ്പോൾ ഞാൻ ആ ബ്രാൻഡ് പേരിട്ടു. അപ്പോൾ പേരിടുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കുക, നമ്മൾ എന്താണോ ആ പ്രോഡക്റ്റിൻ്റെ പേരിടുക. അല്ലാതെ നമ്മൾ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഷർട്ട് നമ്പർ 1, ഷർട്ട് നമ്പർ 2 ഇങ്ങനെ കൊടുക്കാതെ എക്സാക്റ്റ് ആ പ്രോഡക്റ്റിന് എന്താണോ സൂട്ടബിൾ ആയിട്ടുള്ള നെയിം ആ പേര് തന്നെ കൊടുക്കുക. അടുത്തായിട്ട് ഡിസ്ക്രിപ്ഷൻ വരുന്നു. ഞാൻ പ്രോഡക്റ്റിന് ഡിസ്ക്രിപ്ഷൻ കൊടുത്തു. ഇനി നമുക്ക് പിക്ചർ, നല്ല ക്വാളിറ്റി പിക്ചർ, അല്ലെങ്കിൽ നമുക്ക് ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് ആ പ്രോഡക്റ്റ് എക്സാക്റ്റ് അറിയാൻ കഴിയുന്ന നല്ലൊരു പിക്ചേഴ്സ് ഇടുക. ഞാനിപ്പോൾ ഈ പ്രോഡക്റ്റിന് ഒരു 5 പിക്ചർ, 6 പിക്ചർ അപ്ലോഡ് ചെയ്യുവാണ്. ഞാൻ അപ്ലോഡ് ചെയ്തിട്ട് സേവ് ജസ്റ്റ് കൊടുത്തു. നമുക്ക് ശ്രദ്ധിക്കേണ്ട ഒരു കാറ്റഗറി, നമുക്ക് ഈ കാറ്റഗറി എപ്പോഴും കൊടുക്കണം. അപ്പോൾ കാറ്റഗറി ഓട്ടോമാറ്റിക്കായിട്ട് നമുക്കിപ്പോൾ ChatGPT, നമ്മുടെ ഈ ഒരു ഷോപ്പിഫൈയുടെ AI തന്നെയാണ് നമുക്ക് കാറ്റഗറി ഓട്ടോമാറ്റിക്കായിട്ട് ഒരെണ്ണം കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഇൻ കേസ് ഒരെണ്ണം കൊടുത്തിട്ടില്ലെങ്കിൽ നമ്മൾ ഏതാണോ നമ്മുടെ കാറ്റഗറി, ഇപ്പോൾ ട്രാക്ക് ആൻഡ് ടാക്സ് ആയതുകൊണ്ടാണ് ഇത്, അല്ലെങ്കിൽ ഏതാണോ ആ ഒരു എക്സാക്ട് കാറ്റഗറി വരുന്നത് ആ കാറ്റഗറി കൊടുക്കാൻ ശ്രമിക്കുക. ഇനി മറ്റൊന്ന്, ഇതിൻ്റെ പ്രൈസ് എത്രയാണ്. അപ്പം ഞാൻ ഇതിൽ കൊടുത്തിരിക്കുന്ന പ്രൈസ് കൊടുക്കുവാണ്. ഞാൻ പ്രൈസ് കൊടുത്തു. അപ്പോൾ ഇതിൻ്റെ ബ്രാൻഡ് നെയിം കൊടുക്കുവാണ്. ബ്രാൻഡ് നെയിം കൊടുത്തു. ഇനി പിക്ചറിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒന്ന് രണ്ട് കാര്യങ്ങൾ. നമ്മൾ ഈ പിക്ചർ കൊടുക്കുമ്പോൾ ഈ പിക്ചർ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. ആ പിക്ചറിൻ്റെ പേരുണ്ട്, മുകളിൽ പേര് കൊടുക്കാൻ ഒരു ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ പേര് കൊടുക്കുമ്പോൾ നമ്മൾ ജസ്റ്റ് നമ്പേഴ്സ്, അതായത് 1, 2, 3 ഇങ്ങനെ നമ്പർ കൊടുക്കാതെ നമ്മുടെ ആ ഒരു പിക്ചറിന് കണക്കായ ഒരു പേര്, നമ്മളിപ്പോൾ ടൈറ്റിലോ അങ്ങനെ എന്തെങ്കിലും, ഞാൻ ഈ പിക്ചറിന് കൊടുത്തിരിക്കുന്ന പേര് വേർഡ്രോബ് എസെൻഷ്യൽ മെൻ ഓട്ടോമാൻ ഫുൾ സ്ലീവ് ഷർട്ട്. സോ ഇങ്ങനെ വ്യക്തമായിട്ട് നമ്മൾ ആ ഒരു പിക്ചറിന് പേര് കൊടുക്കുക. അതുപോലെ ആൾട്ട് ടെസ്റ്റ്, ഇത് പലരും മിസ്സാവുന്ന ഒരു ഓപ്ഷനാണ്. ആൾട്ട് ടെസ്റ്റ് കൊടുക്കണോ വേണ്ടതെന്ന്. ആൾട്ട് ടെസ്റ്റ് കമ്പൽസറി ആയിട്ട് കൊടുക്കുക. അപ്പോൾ നമ്മൾ ഗൂഗിളിൽ സെർച്ച് കീവേഡ്സ്, ഗൂഗിളിൽ ഒരാൾ പിക്ചർ സെർച്ച് ചെയ്യുന്ന സമയത്ത് നമ്മുടെ വെബ്സൈറ്റിലെ പിക്ചർ മുന്നോട്ട് വരണമെങ്കിൽ ആൾട്ട് ടെസ്റ്റ് കൊടുക്കുന്നത് എപ്പോഴും ബെസ്റ്റ് ആണ്. സോ ഞാൻ ഇതിൽ നമുക്കിപ്പോൾ ഷോപ്പിഫൈയുടെ പുതിയ ഹൊറിസോൺ തീമിൽ അല്ലെങ്കിൽ പുതിയ അപ്ഡേറ്റ്സിൽ AI ഉണ്ട്. സോ ഓട്ടോമാറ്റിക്കായിട്ട് വന്ന ഓപ്ഷൻ തന്നെ കൊടുത്തു, സേവ് കൊടുത്തു. സോ നമ്മൾ ഒരു പർട്ടിക്കുലർ പ്രോഡക്റ്റിന് ഒരു 5 or 10 പിക്ചർ ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന് എല്ലാത്തിനും ഈ ഒരു ഓപ്ഷൻ കൊടുക്കുക. അതുപോലെ തന്നെ പേരും കൊടുക്കുക. 1 by 1 ഞാനിപ്പോൾ 6 പ്രോഡക്റ്റ് ആഡ് ചെയ്തിട്ടുണ്ട്. സോ ഞാൻ 6നും ആ ഒരു ആൾട്ട് ടെസ്റ്റ് കൊടുക്കുവാണ്. ഓക്കെ, പിക്ചറിന് ആൾട്ട് ടെസ്റ്റ് കൊടുത്തു. ഇനി ഞാൻ ശ്രദ്ധിക്കേണ്ട ഒന്ന് രണ്ട് കാര്യങ്ങൾ, ഈ പ്രോഡക്റ്റിൻ്റെ വെയിറ്റ്. ഞാനിപ്പോൾ ഈ ഷർട്ടിന് ഗ്രാമിലാണ് വെയിറ്റ് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്. ഞാനൊരു 200 grams കൊടുക്കുവാണ്. സോ നമ്മളൊരു ഫിസിക്കൽ പ്രോഡക്റ്റ് ആണെങ്കിൽ എപ്പോഴും വെയിറ്റ് കൊടുക്കുന്നതായിരിക്കും നല്ലത്. കാരണം ഷിപ്പിംഗ് ടൈമിൽ നമുക്ക് അത് കുറച്ചും കൂടെ ബെറ്റർ ഓപ്ഷൻ ആണ്, അല്ലെങ്കിൽ ബെനിഫിറ്റ്സ് ആണ് ഈ വെയിറ്റ് കൊടുക്കുന്നത്. ഇനി ടാഗ് കൊടുക്കണോ വേണ്ടേ എന്ന്. അതായത് ഈ ടാഗ് നമ്മൾ യൂസ്ഫുൾ ആകുന്നത് എപ്പോഴെന്ന് വെച്ചാൽ, ഒരു പർട്ടിക്കുലർ
കസ്റ്റമർ നമ്മുടെ വെബ്സൈറ്റിൽ വന്നു, ജാക്കറ്റ് എന്ന് സെർച്ച് ചെയ്താൽ നമ്മളെ പ്രോഡക്റ്റും കൂടി നമ്മൾ ഈ ആഡ് ചെയ്ത ഈ ഒരു പർട്ടിക്കുലർ പ്രോഡക്റ്റ് അതിൽ ലിസ്റ്റ് ചെയ്യണമെങ്കിൽ ഈ ഒരു ടാഗ് ഉണ്ടാവുന്നത് നല്ലതാണ്. സോ സ്യൂട്ടബിൾ ആയ ടാഗ് എപ്പോഴും കൊടുക്കുക. ഞാനിപ്പോൾ ഇതിനൊരു ടാഗ് എന്നൊരു ആഡ്, ഇന്ന് ജാക്കറ്റ് എന്ന് സെർച്ച് ചെയ്യുന്ന ഒരു പുള്ളി, ഒരാൾ നമ്മുടെ കസ്റ്റമർ ജാക്കറ്റ് എന്ന് നമ്മുടെ വെബ്സൈറ്റിൽ സെർച്ച് ചെയ്യുവാണെങ്കിൽ നമ്മൾ ഈ പ്രോഡക്റ്റും കൂടി ആ വെബ്സൈറ്റിൽ ലിസ്റ്റ് ആകും. ആദ്യം തന്നെ കാണിക്കും. ഇപ്പോൾ ബ്ലാക്ക് ജാക്കറ്റ്, അല്ലെങ്കിൽ നമ്മളൊരു പർട്ടിക്കുലർ കളർ ഉണ്ട്, ആ ഒരു യെല്ലോ ആണെന്ന് വയ്ക്കുക, യെല്ലോ കളർ കൊടുക്കുക. സോ ടാഗ് 1-2 എണ്ണം കൊടുക്കുക, പക്ഷെ നമ്മൾ അനാവശ്യമായിട്ട് കൊടുക്കരുത്. അതായത് ഇപ്പൊ ഞാൻ ഈ ഒരു ബ്ലാക്ക് ജാക്കറ്റ് ഇട്ട ഈ ഒരു പുള്ളിക്ക് ഒരു എന്താ പറയാൻ, ഒരു ടോപ്പ് എന്നോ ജസ്റ്റ് റാൻഡം ബോട്ടം എന്നോ ഇങ്ങനെയൊന്നും കൊടുക്കരുത്. കാരണം മറ്റെന്തെങ്കിലും സെർച്ച് ചെയ്യുന്ന ഒരു പുള്ളിയും ഇത് കൂടെ സെർച്ച് ചെയ്യും. ഫോർ എക്സാമ്പിൾ, ഞാനിപ്പോൾ ഇത് ബ്ലാക്ക് ആണ്, ഞാനൊരു യെല്ലോ കൂടെ ടാഗിൽ കൊടുക്കുവാണെങ്കിൽ യെല്ലോ ഷർട്ട് എന്ന് സെർച്ച് ചെയ്യുന്ന ആൾക്കും ഈ ഒരു ബ്ലാക്ക് ജാക്കറ്റ് വരും. സോ ആ കസ്റ്റമറിനെ സംബന്ധിച്ചിടത്തോളം ഇതൊരു ബാഡ് ഇംപ്രഷൻ ആണ് ഉണ്ടാക്കുന്നത്. സോ സ്യൂട്ടബിൾ ടാഗ്സ് മാത്രം കൊടുക്കുക. ഒന്നോ അതിലധികമോ ടാഗ് നമുക്ക് കൊടുക്കാം, പക്ഷെ എപ്പോഴും ഏറ്റവും ആപ്റ്റായ ഒരു 5-6 ടാഗ് ആയിരിക്കും ബെറ്റർ ഓപ്ഷൻ. ഇനി നമുക്ക് എത്ര പ്രോഡക്റ്റ് നമ്മുടെ കയ്യിലുണ്ട് എന്ന്, ഇപ്പോൾ നമ്മളെ കയ്യിൽ ഒരു 10 പ്രോഡക്റ്റ് ഉണ്ടെന്ന് നോക്കിയാൽ, ഞാൻ ആ 10 കൊടുത്തു. നമ്മുടെ കയ്യിൽ എത്ര ക്വാണ്ടിറ്റി ഇത് അവൈലബിൾ ആണ് എന്ന്. ഇനി ബാർകോഡും എസ് കെയും കമ്പൽസറി ആണോ എന്ന് ചോദിച്ചാൽ കമ്പൽസറി അല്ല. പക്ഷെ നമുക്കൊരു ലോങ് ടൈം അല്ലെങ്കിൽ നമുക്കൊരു പ്രോഡക്റ്റ് ട്രാക്ക് ചെയ്യാനും അതുപോലെ തന്നെ നമുക്ക് ഇൻവെന്ററി കീപ്പ് ചെയ്യുന്നത് പ്രോപ്പറായിട്ട് നോക്കാനും ശരിക്കും ബാർകോഡും എസ് കെയും ഉള്ളത് വളരെ നല്ലൊരു ഓപ്ഷനാണ്. സോ ഇത് എങ്ങനെയാ ക്രിയേറ്റ് ചെയ്യേണ്ടതെന്ന് അറിയാത്തവർക്കായിട്ട് ഞാൻ മറ്റൊരു വീഡിയോ ഇട്ടിട്ടുണ്ട്, അത് എന്തായാലും നോക്കുക. ഇനി വേരിയന്റ്, അപ്പോൾ എൻ്റെ ഈ ഒരു ഷർട്ടിനാണെങ്കിൽ ഞാൻ പറയുന്ന 2 ഓപ്ഷൻ ഉണ്ട്. ഫ്ലാറ്റ് ബ്രൗൺസ് ഉണ്ട്, പ്യൂമ ബ്ലാക്ക് എന്ന 2 ഓപ്ഷൻ ഉണ്ട്, 2 കളർ ഉണ്ട്. അതുപോലെ തന്നെ സൈസ് സ്മാൾ ഉണ്ട്, മീഡിയം, ലാർജ്, എക്സൽ, XXL ഇങ്ങനെ വരുന്നുണ്ട്. സോ ഇതെങ്ങനെയാ കൊടുക്കേണ്ടതെന്ന് നോക്കാം. വേരിയന്റ് കൊടുക്കുന്നു. ഞാൻ ഫസ്റ്റ് കളർ എന്ന ഓപ്ഷൻ കൊടുക്കുവാണ്. കളർ 2 കളറാണ് എനിക്കുള്ളത്. സോ ഞാൻ ഫ്ലാറ്റ് ബ്രോൺസ് കൊടുത്തു. ഇനി അടുത്ത് മറ്റൊരു കളർ കൊടുക്കുകയാണ്, പ്യൂമ ബ്ലാക്ക്. സോ ഞാൻ 2 കളർ ഉള്ള കാരണം 2 കളർ കൊടുത്തു, ഫ്ലാറ്റ് ബ്രൗൺസും പ്യൂമ ബ്ലാക്കും. ഇനി അതർ ഓപ്ഷൻ സൈസ്, എനിക്കിപ്പോൾ 1-2 സൈസ് ഉണ്ട്. സ്മാൾ, ഞാൻ അതിനെ സ്മാൾ കൊടുത്തു. സ്മാൾ, മീഡിയം, ഞാൻ 3 ഓപ്ഷൻ കൊടുത്തു, സ്മാൾ, മീഡിയം, ലാർജ്. ഇതാ ഒരു കണക്കിന് കൊടുത്തു, ആദ്യമായിട്ട് സ്മാൾ, പിന്നെ മീഡിയം, ലാർജ്. സോ ഞാൻ 3 ഓപ്ഷൻസ് കൊടുത്തു. സോ ഇവിടെ കുറച്ച് സജഷൻസ് വരും. നമ്മുടെ തന്നെ നമ്മളെ പിക്ക് എന്തൊക്കെയാണ്, ഏജ് ഗ്രൂപ്പിന് പറ്റിയതാണോ എന്ന്. നമുക്ക് സ്യൂട്ടബിൾ ആണെങ്കിൽ ഇത് അക്സെപ്റ്റ് കൊടുക്കുക. കാരണം നമുക്ക് കളർ സെർച്ച് ചെയ്ത് അല്ലെങ്കിൽ ഗൂഗിൾ ക്യാമറ ഉപയോഗിച്ച് ഗൂഗിൾ ലെൻസ് ഒക്കെ ഉപയോഗിച്ച് വരുന്ന ഒരാൾക്ക് നമ്മുടെ പ്രോഡക്റ്റ് കുറച്ചും കൂടി ലിസ്റ്റ് ചെയ്യാനായിട്ട് ഇവിടെ ഈ മെറ്റാ ഫീഡ്സിൽ വരുന്ന സജഷൻസ് സേവ് കൊടുക്കുന്ന എപ്പോഴും നല്ലതായിരിക്കും. ഇനി SEOയുടെ ഒരു പാർട്ട്, അതായത് സെർച്ച് എഞ്ചിൻ. നമ്മുടെ ഒരു വെബ്സൈറ്റ് ഗൂഗിളിൽ സെർച്ച് ചെയ്യുമ്പോൾ ആ പ്രോഡക്റ്റ് എങ്ങനെ ലിസ്റ്റ് ചെയ്യണം എന്ന് ഇവിടെ ഓട്ടോമാറ്റിക്കായിട്ട് ഒരു റാൻഡം പേരും കാര്യങ്ങളും കിട്ടും. പക്ഷെ ഇതല്ല, കുറച്ചും കൂടി നല്ലതൊരെണ്ണം ക്രിയേറ്റ് ചെയ്യുക എപ്പോഴും. ഞാനതിനെ ChatGPT യൂസ് ചെയ്യുകയാണ്. ChatGPT യൂസ് ചെയ്ത് ഒരു പ്രോംപ്റ്റ് കൊടുക്കുവാണ്. അതിൻ്റെ പ്രോംപ്റ്റ് ഇതാണ്: ഹൈ GPT, ഒരു SEO ഫ്രണ്ട്ലി ആയിട്ടുള്ള നമ്മുടെ പ്രോഡക്റ്റിന് ബ്രാൻഡ് നെയിം ഇതാണ്, പ്രോഡക്റ്റ് ടൈപ്പ് ഇതാണ്, ഒരു 60 വേർഡ്സിനകത്തുള്ളതും അതുപോലെ ഡിസ്ക്രിപ്ഷൻ 160 വേർഡ്സിനകത്തുള്ളതും ക്രിയേറ്റ് ചെയ്യാനായിട്ട് ഒരു പ്രോംപ്റ്റ് കൊടുക്കുവാണ്.
സോ നമ്മുടെ ഔട്ട്പുട്ട് കിട്ടി. ഞാനത് കോപ്പി ചെയ്യാണ്. ഓക്കെ, ഇത് കൊടുത്തു. ഇനി നമ്മൾ URL ഹാൻഡിൽ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കുക, നല്ല വ്യക്തമായിട്ടുള്ള നല്ലൊരു URL ഹാൻഡിൽ തന്നെ കൊടുക്കുക. ഇതിപ്പോൾ ഓക്കെ ആണ്, നമ്മുടെ പ്രോഡക്റ്റിന്റെ പേരാണ്. ഇപ്പോൾ ഇൻ കേസ് നമ്മുടെ URL കിടക്കുന്നത് കുറെ നമ്പേഴ്സും കുറെ ഹാഷ്ടാഗും ഇങ്ങനത്തെ URL ആണെങ്കിൽ ഡിലീറ്റ് ചെയ്ത് നല്ലൊരു URL തന്നെ കൊടുക്കുക. എപ്പോഴും നമ്മുടെ പ്രോഡക്റ്റിന്റെ കീവേഡ്സ് തന്നെ വ്യക്തമായിട്ട് URL കൊടുക്കുന്നതായിരിക്കും ഏറ്റവും ബെസ്റ്റ്. അപ്പോൾ ഇത്രയാണ് നമ്മുടെ പ്രോഡക്റ്റ് ആഡ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. സോ ഞാൻ എൻ്റെ പ്രിവ്യൂ നോക്കുവാണ് നമ്മുടെ പ്രോഡക്റ്റ് എങ്ങനെയുണ്ട് എന്ന്. സോ അതിൽ നമുക്ക് വന്നു കളർ 2 ഓപ്ഷൻ വന്നു, സൈസ് വന്നിട്ടുണ്ട്. ഇതിൽ നമ്മുടെ കയ്യിൽ എത്ര ക്വാണ്ടിറ്റി ഉണ്ട് എന്ന് അത് ഞാൻ ആഡ് ചെയ്തിട്ടില്ല. സ്മാൾ നമുക്കൊരു 10 എണ്ണമാണ് ഉള്ളത്. സോ മീഡിയം 2 എണ്ണം ഉണ്ട്, ലാർജ് 1 എണ്ണം ഉണ്ട്. സോ അതുപോലെ തന്നെ പ്യൂമ ബ്ലാക്കിൽ നമുക്ക് ഇപ്പം ബ്ലാക്ക് കളറിൽ സ്മാൾ 2 എണ്ണം ഉണ്ട്. സോ നമുക്ക് എത്ര ക്വാണ്ടിറ്റി ഉണ്ട് എന്ന് എക്സാക്റ്റ് ഇതിൽ ആഡ് ചെയ്യാം. ഇനി പ്രോഡക്റ്റ് നോക്കുന്ന സമയത്ത് നമുക്ക് ബ്ലാക്ക് ആണെങ്കിൽ എത്രയുണ്ട്. സോ ഇങ്ങനെയാണ് നല്ലൊരു പ്രോഡക്റ്റ് പേജ് ആഡ് ചെയ്യേണ്ടത്. അപ്പോൾ എല്ലാവരും ശ്രദ്ധിക്കുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ മറ്റൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. അപ്പോൾ അതുവരെ എല്ലാവർക്കും ബൈ ബൈ.